പൂജയിലും ആചാരങ്ങളിലും വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ പ്രകൃതി ക്ഷേത്രമായ മലയപ്പൊതി. ഈ കാണുന്ന മലമുകളിലാണ് പ്രതിഷ്ഠകൾ ഉള്ളത്. മലയപ്പൊതി അപ്പനും മലയപ്പൊതി അമ്മയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. പൂജകൾ ചെയ്യുന്നതിനായി ഈ മലമുകളിൽ കയറേണ്ടതായിട്ടുണ്ട്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിഷ്ഠകളും കാര്യങ്ങളും എല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. കന്നുകാലികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഭേദപ്പെടാനും കൃഷിയിൽ നല്ല വിളവ് കിട്ടാനും കുട്ടികളില്ലാത്തവരും വീടില്ലാത്തവരുമൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിച്ചാൽ അത് നടന്നു കഴിഞ്ഞാൽ കോഴിയെയും ആടിനെയും ബലി കഴിപ്പിച്ച് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നു. തൊട്ടിലും വീടുമെല്ലാം മരം കൊണ്ട് കൊത്തിപ്പണിത് ചെയ്ത് ഇവിടെ കെട്ടിത്തൂക്കും. ഇതാണ് മലയപ്പൊതി അപ്പൻ്റെ പ്രതിഷ്ഠ. കാര്യസാധ്യത്തിനായി പ്രാർത്ഥിച്ചു പോകുന്നവർ കുറേ പേരുണ്ട് ഈ മലയപ്പൊതി ക്ഷേത്രത്തിൽ. ക്ഷേത്രത്തിൽ പൂജാരി ഇല്ല എന്നൊരു പ്രത്യേകത കൂടി മലയപ്പൊതി ക്ഷേത്രത്തിലുണ്ട്. ഇവിടെ വരുന്ന ഭക്തர்கள் തന്നെയാണ് ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നത്. കോഴിയെയും ആടിനെയും ബലി കൊടുക്കുന്നതിന് മുന്നായി മലയപ്പൊതി അമ്മയ്ക്ക് പൂജ കഴിക്കും. നാളികേരം, പഴം, വെല്ലം, ദീപം, ധൂപം, പച്ചരിച്ചോറ് എന്നിവ കൊണ്ടാണ് ഇവിടെ പൂജ കഴിക്കാറ്. മലയപ്പൊതി അമ്മയ്ക്ക് നേർച്ചയായി നേർന്നിരിക്കുന്ന കോഴിയെയും ആടിനെയും എല്ലാം ബലി കഴിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ വന്ന് കോഴിയെ ബലികർപ്പിക്കുന്നു. പൂജയും കോഴിയെ ബലി കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മലയുടെ താഴ്വാരത്തിലേക്ക് പോകും. മലയുടെ മുകളിലേക്ക് നേർച്ചയുമായി ഒരുപാട് പേർ വരാറുണ്ട്. ഞങ്ങൾ ഫാമിലിയായും ഫ്രണ്ട്സായിട്ടും 40 പേർ ചേർന്നാണ് മലയപ്പൊതിയിലേക്ക് വന്നിരുന്നത്. അവിടെ മലമുകളിൽ ബലിയർപ്പിച്ച കോഴിയെ താഴെ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് ഒന്നുകൂടി മലമുകളിൽ കയറി പൂജ അർപ്പിക്കും.
മലയപ്പൊതിയിലേക്ക് നേർച്ചയുമായി വരുന്ന എല്ലാ ഭക്തജനങ്ങളും പൂജയും കഴിഞ്ഞ് സ്വയം കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങാറ്. എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം നമ്മൾ കാട്ടിനുള്ളിൽ തന്നെ കുക്ക് ചെയ്ത് പാകം ചെയ്ത് കഴിഞ്ഞു. ബലി കഴിപ്പിച്ച നാടൻ കോഴിയുടെ കറിയും ആയതിനു ശേഷം നമ്മൾ ഒന്നുകൂടി മലമുകളിൽ കയറി പൂജ കഴിക്കാൻ പോകേണ്ടതാണ്. മലമുകളിൽ പോയി പൂജ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്രയായി. മലയപ്പൊതി ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് തൃശ്ശൂർ റൂട്ടിലാണ്. തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്നവരാണെങ്കിൽ എരുമൂർ എന്ന സ്റ്റോപ്പിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയപ്പൊതിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അങ്ങനെയല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിതലി സ്റ്റോപ്പിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാലും മലയപ്പൊതിക്കുള്ള റൂട്ട് എത്തുന്നതായിരിക്കും.